രാഹുൽ ഈശ്വറിനെക്കുറിച്ച് സിനിമാ താരം ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് വൈറലാവുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ രാഹുൽ ഈശ്വറിന് ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം ഇല്ലെന്നാണ് മനസ്സിലായതെന്ന് നടി ഹണി റോസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ താൻ ശ്രദ്ധിച്ചു കൊള്ളാമെന്നും ഹണി റോസ് പരിഹസിച്ചു. ഹണി റോസ് മദർ തെരേസയാണോ എന്നും വിമർശനത്തിന് അതീതയാണോ എന്നും രാഹുൽ ഈശ്വർ ചാനൽ അഭിമുഖത്തിൽ ആക്ഷേപിച്ചിരുന്നു. തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്ര പൂജാരിയാകാതിരുന്നത് നന്നായി. പൂജാരിയായിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ, ഹണി റോസ് കുറിപ്പിൽ പറഞ്ഞു. രാഹുൽ ഈശ്വറിന് ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണെന്ന് പരിഹസിച്ചാണ് ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ അതിന് പ്രസക്തിയുള്ളൂ. ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഭിമുഖീകരിച്ചാലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും ആ പ്രശ്നങ്ങളെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നതെന്നും ഹണി റോസ് പരിഹസിച്ചു. ഹണി റോസ് പരിഹസിച്ചതിൽ കാര്യമില്ലാതില്ല. മലയാളത്തിലെ പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോഴും നടിയുടെ എതിർഭാഗത്തായിരുന്നു രാഹുൽ ഈശ്വർ സ്ഥാനമുറപ്പിച്ചിരുന്നത്. വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെയും നടപടി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വനിതാ കമ്മീഷൻ ഇടപെടുമെന്നും അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. ഇതിന് പിന്നാലെ വനിതാ കമ്മീഷന് മറുപടിയുമായി രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. പരാതി കിട്ടിയാൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന കണ്ടു. വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ നിയമപരമായ ഒരു ബോഡിയാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെയാണ് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഒരു പുരുഷനെന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എവിടെ പോയി പറയുമെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. കോടതി പോലും പരിഗണിച്ച പോലീസുകാർ FIR ഇടാത്ത കേസിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത് രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്ന്. ആരെങ്കിലും വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടാൽ എനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് എന്തിനാണ് ഇത് പറയുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലും വനിതാ കമ്മീഷനെ ബന്ധപ്പെടും. ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ഇടപെടാനും ഇവിടെ ആരുണ്ട്? ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുമ്പോൾ ബാഹ്യമായൊരു ഇടപെടൽ അല്ലേ വനിതാ കമ്മീഷൻ നടത്തുന്നത്? ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പറയാൻ പാടുള്ള കാര്യമാണോ പറഞ്ഞത്? രാഹുൽ ഈശ്വറിനെ ആക്രമിക്കാൻ മാഡത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ ആക്രമിച്ചാൽ കൈ അടിയും മാധ്യമങ്ങളിൽ വലിയ പിന്തുണയും ലഭിക്കും. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനും യുവാക്കൾക്ക് യുവജന കമ്മീഷനും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക്